Welcome back to our channel. In this class, we are going to discuss the chapter Disasters and Disaster Management in India. Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. അഞ്ജന മജൂംദാർ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. ഫോർത്ത് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫോർത്ത് യൂണിറ്റിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിക്കുക, ബ്രേവിംഗ് ദ ഹസാർഡ്സ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സും ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സും അതിനെ മാനേജ് ചെയ്യുന്ന രീതിയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. Disaster is a very common phenomenon for humanity. Human beings have experienced disasters in different forms since time immemorial. The latest world disaster report suggests that disasters have increased both in frequency and intensity. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഡിസാസ്റ്റർ ഈസ് എ കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യന് പരിചയമുള്ള ഒരു പ്രതിഭാസമാണ് ഡിസാസ്റ്റർ. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് സിൻസ് ടൈം ഇമ്മമോറിയൽ. ചരിത്രം രേഖപ്പെടുത്തിയ കാലം മുതൽ തന്നെ മനുഷ്യർ വ്യത്യസ്ത തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. The latest world disaster report suggests that disasters have increased both in frequency and intensity. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി. ഡിസാസ്റ്ററിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രതയും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് മനുഷ്യന് പരിചയമുള്ള ഒരു പ്രതിഭാസമാണ് ഡിസാസ്റ്റർ. അത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ ഫേസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ അടുത്ത് പുറത്തു വന്ന വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് പറയുന്നത് ഡിസാസ്റ്റേഴ്സിൻ്റെ നമ്പറും അതിൻ്റെ തീവ്രതയും വർദ്ധിച്ചു വരുന്നുണ്ട്. Then listen to next paragraph. People are becoming more and more vulnerable to disasters of all types, which include earthquakes, floods, cyclone, landslides, drought, accidents, plane crashes, forest fires, etc. ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? പീപ്പിൾ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് ഓഫ് ആൾ ടൈപ്പ് വിച്ച് ഇൻക്ലൂഡ് എർത്ത്ക്വേക്ക്. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സാണ് എർത്ത്ക്വേക്ക്, ഭൂകമ്പങ്ങളുണ്ട്, ഫ്ലഡ്സ്, വെള്ളപ്പൊക്കമുണ്ട്, സൈക്ലോൺ, ചുഴലിക്കൊടുങ്കാറ്റുണ്ട്, ലാൻഡ്സ്ലൈഡ് മീൻസ് ഉരുൾപൊട്ടൽ, ഡ്രൗട്ട്, വരൾച്ചയുണ്ട്, ആക്സിഡൻസ് ഉണ്ട്, പ്ലെയിൻ ക്രാഷസ് ഉണ്ട്, ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ട്. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഡിസാസ്റ്റേഴ്സ് ഡെവലപ്ഡ് നേഷനെയും ഡെവലപ്പിംഗ് നേഷനെയും ഒരുപോലെ ബാധിക്കുന്നു. അതായത് രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളെയും, വികസിത രാജ്യമാണെങ്കിലും വികസ്വര രാജ്യമാണെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാണ്. ദ ഫ്ലഡ്സ് ഇൻ ദ UK ആൻഡ് ഫ്രാൻസ് ആൻഡ് ദ ഹീറ്റ് വേവ്സ് ഇൻ യൂറോപ്പ്, പെർട്ടിക്കുലർലി ദ വൺ ഇൻ ഫ്രാൻസ് ഇൻ 2003 ക്ലെയിംഡ് ലോട്ട്സ് ഓഫ് ലൈവ്സ്. പ്രധാനമായിട്ടും യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ ഫേസ് ചെയ്ത ഫ്ലഡ്, അതുപോലെ ഫ്രാൻസ് ഫേസ് ചെയ്ത ഫ്ലഡ്, യൂറോപ്പിലെ ഹീറ്റ് വേവ്സ്, പ്രത്യേകിച്ച് 2003 ഫ്രാൻസിലുണ്ടായ ഹീറ്റ് വേവ്സ്, ക്ലെയിംഡ് ലോട്ട്സ് ഓഫ് ലീവ്സ്. ഇതൊക്കെ ബാധിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഒക്കെ ഡെവലപ്ഡ് നേഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ രാജ്യങ്ങളേക്ക് ഡിസാസ്റ്റർ ബാധിച്ച്, വ്യത്യസ്ത തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ബാധിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. In the last few years, America has also faced devastating disasters in the form of tornado. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും വ്യത്യസ്ത തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ടൊർണാഡോ മീൻസ് ചുഴലിക്കൊടുങ്കാറ്റ്, ഹരിക്കെയിൻ, സൈക്ലോൺ. വ്യത്യസ്ത തരം ചുഴലിക്കൊടുങ്കാറ്റുകളും മറ്റും അമേരിക്കയും ഫേസ് ചെയ്യുന്നുണ്ട്. ദേ കോസ്ഡ് ഗ്രേറ്റ് ലോസ് ഓഫ് ലീവ്സ് ആൻഡ് പ്രോപ്പർട്ടി. ഈ ദുരന്തങ്ങൾ ബാധിച്ച് അമേരിക്കയ്ക്ക് ഒരുപാട് ആളുകളുടെ ജീവനും അതുപോലെ സ്വത്തും നഷ്ടപ്പെട്ടു. Even though the progress in technology is helping human beings to reduce the impact of the disasters, it is still inadequate. നമ്മുടെ ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് ഡിസാസ്റ്റേഴ്സിൻ്റെ തീവ്രത കുറക്കാൻ സാധിക്കുമെങ്കിലും അതിപ്പോഴും ഇൻഅഡീക്വേറ്റ് ആണ്, വേണ്ടത്ര രീതിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഡെവലപ്ഡ് നേഷൻ ആണെങ്കിലും ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിലും ഒരുപോലെ ഫേസ് ചെയ്യുന്നു. പക്ഷേ ഡെവലപ്ഡ് നേഷനിൽ ടെക്നോളജി, അവർക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത് കാരണം
ഡിസാസ്റ്ററിൻ്റെ തീവ്രത അവരെ വളരെ കുറഞ്ഞ രീതിയിലാണ് ഫേസ് ചെയ്യുന്നത്. Then listen to next paragraph. There is a direct correlation between higher human development and better preparedness to manage disasters. പിന്നീട് എന്താ പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൂടിയ രാജ്യങ്ങളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഡെവലപ്ഡ് നേഷൻ ആണെങ്കിലും ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിലും ദുരന്തങ്ങൾ ഒരുപോലെ ഫേസ് ചെയ്യുന്നു. പക്ഷേ ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യങ്ങളിൽ, ദാറ്റ് മീൻസ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ബെറ്റർ പ്രിപ്പയർനെസ് ടു മാനേജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവിടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ദ കൺട്രീസ് വിച്ച് ഹാവ് ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, വികസനം കുറഞ്ഞ രാജ്യങ്ങളിൽ എന്ത് ചെയ്യും? അതിൻ്റെ തീവ്രത കൂടും. മാത്രമല്ല ഡിസാസ്റ്റേഴ്സ് മൂലമുള്ള റിസ്ക്കും ഡാമേജും ഡെവലപ്മെൻറ്റ് കുറഞ്ഞ രാജ്യങ്ങളിൽ കൂടുതലായിരിക്കും. അതായത് വികസിത രാജ്യങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അവർക്കത് പെട്ടെന്ന് മറികടക്കാനുള്ള ടെക്നോളജിയും തയ്യാറെടുപ്പുകളും അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ വികസനം കുറഞ്ഞ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളോ മുൻകരുതലുകളോ എടുക്കാൻ സാധിക്കില്ല. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ഓഫ് ഓൾ ദ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ, followed by windstorms, droughts and earthquakes. However, drought is the deadliest, accounting for 48% of death due to natural disasters. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്? നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം. അത് ലോകത്ത് എല്ലായിടത്തും, മിക്കവാറും എല്ലായിടത്തും ഫ്ലഡ് വരുന്നുണ്ട്. ഫോളോഡ് ബൈ വിൻസ്റ്റോം, പിന്നെ വരുന്നതാണ് വിൻസ്റ്റോംസ്, അതുപോലെ ഡ്രൗട്ട്, എർത്ത്ക്വേക്ക്. ഹവവർ ഡ്രൗട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ്, പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ഒരു ഡിസാസ്റ്ററാണ് ഡ്രൗട്ട്, വരൾച്ച. അക്കൗണ്ടിങ് ഫോർ 48% ഓഫ് ഡെത്ത് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ബാധിച്ച് മരിക്കുന്നതിൽ 48% ആളുകളും മരിക്കാൻ കാരണമാവുന്ന ഒന്നാണ് ഡ്രൗട്ട്. ഓഫ് ഓൾ ദ കോണ്ടിനെൻറ്റ്സ്, ഏഷ്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്. നമ്മൾ എല്ലാ കോണ്ടിനെൻറ്റ്സും എടുക്കുകയാണെങ്കിൽ അതിൽ ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്. ഡിസാസ്റ്റർ മൂലം മരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏഷ്യയിലാണ്. ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശൊക്കെ ലോകത്തെ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളാണ്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശൊക്കെ ഇതൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നതും ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്. India, due to its geographical location and geological formation, is highly prone to disaster. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും ജിയോളജിക്കൽ ഫോർമേഷനും കാരണം ഇന്ത്യ ദുരന്തങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അല്ലേ? ലോക ഭൂപടത്തിലെ ഇന്ത്യയുടെ സ്ഥാനം. അതുപോലെ ജിയോളജിക്കൽ ഫോർമേഷൻ, അതായത് ഇന്ത്യയുടെ ഫിസിക്കൽ, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ വടക്ക് വശത്ത് ഹിമാലയമാണ്, നോർത്തേൺ സൈഡിൽ ഹിമാലയ ഉണ്ട്, സദേൺ സൈഡിൽ കോസ്റ്റൽ ഏരിയയാണ്. ഇങ്ങനെ വ്യത്യസ്ത ജിയോളജിക്കൽ ഫോർമേഷനാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഡിസാസ്റ്റർ സംഭവിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഏരിയയാണ്. ഇറ്റ് ഈസ് ലോങ് കോസ്റ്റ് ലൈൻ, ഇതാണ് അതിൽ പറയുന്നത്. ഇറ്റ് ഈസ് ലോങ് കോസ്റ്റ് ലൈൻ, ഒരുപാട് തീരപ്രദേശമുണ്ട്. സ്നോക്ലാഡ് പീക്സ്, മഞ്ഞു മൂടിയ കുന്നുകളുണ്ട്. ഹൈ മൗണ്ടൻ റേഞ്ചസ്, അല്ലെ, വിശാലമായ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ആൻഡ് പെരീനിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത് സൈഡിൽ എന്തുണ്ട്? പെരീനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത് ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികളാണ്. ഇത് പെരീനിയൽ റിവേഴ്സാണ്, ഹിമാലയൻ ഒറിജിനുള്ള നദികളാണ്. ഇതിലെന്ത് ചെയ്യും? വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും, മഴക്കാലത്തും വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് മഞ്ഞുരുകിയ വെള്ളവും മഴക്കാലത്ത് മഴ പെയ്ത വെള്ളവും ഉണ്ടാവും. അപ്പോൾ പെരീനിയൽ റിവേഴ്സ് ഉണ്ട്. ഓൾ ദീസ് തിങ്സ് ആർ കമ്പൈൻഡ് ടു ആഡ് ടു ദിസ് പ്രോബ്ലം. ഇതൊക്കെ എന്ത് ചെയ്യും? ഡിസാസ്റ്റർ സംഭവിക്കാൻ ഇന്ത്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ. അതുപോലെ ലോകത്തിലെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 2% മാത്രമാണ് ഇന്ത്യ. ബട്ട് ഹാസ് ടു സപ്പോർട്ട് 18% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. പക്ഷേ ഈ 2% മാത്രമുള്ള ജോഗ്രഫിക്കൽ ഏരിയയിലാണ് ലോക ജനസംഖ്യയുടെ 18% ആളുകളും താമസിക്കുന്നത്. Therefore, there is a tremendous pressure on natural resources. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നാച്ചുറൽ റിസോഴ്സസിൻ്റെ മേലെ മാക്സിമം പ്രഷർ ഉണ്ടാവും. അത് ജലത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്ത് നാച്ചുറൽ റിസോഴ്സസ് ആണെങ്കിലും കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യും? നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യും? മാക്സിമം ചൂഷണം ചെയ്യും. വിച്ച് ഡയറക്റ്റ്ലി or indirectly leads to the occurrence of disaster, namely floods, drought, landslides, earthquake.
ഇത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ വ്യത്യസ്ത തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിന് കാരണമാകുന്നു. ഫ്ലഡ്സ്, ഡ്രൗട്ട്, ലാൻഡ് സ്ലൈഡ്, എർത്ത് പോലുള്ള ഡിസാസ്റ്റർ സംഭവിക്കാൻ ഇത് കാരണമാകുന്നു. ഇനി ഇന്ത്യയുടെ ഓരോ ഏരിയയിലും വരുന്ന ഓരോ ഏരിയയും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യ ഫേസസ് പ്രോബ്ലംസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്. ഇന്ത്യയുടെ നോർത്ത് സൈഡ് നമുക്കറിയാം ഹിമാലയമാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ ഫേസ് ചെയ്യുന്ന പ്രധാന ഡിസാസ്റ്ററാണ് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രൗട്ട്, എർത്ത് ബിക്കോസ് ദീസ് റീജിയൻ ഫാൾസ് അണ്ടർ ദ സീസ്മിക് സോൺ 3 to 5. മാത്രമല്ല ഇന്ത്യയുടെ ഈ നോർത്തേൺ സൈഡ് സീസ്മിക് സോണ് 3 to 5 കിടക്കുന്നത്. സീസ്മിക് സോൺ എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങൾക്ക് ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ 3 to 5 കിടക്കുന്നത്. ദ ഈസ്റ്റേൺ റീജിയൻ, ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയൻ കൺഫ്രണ്ടഡ് വിത്ത് ഹെവി ഫ്ലഡ്. ഇവിടെ സംഭവിക്കുന്ന ഹെവി ഫ്ലഡ്സ് ആണ് ഇൻ ദ പെരീനിയൽ റിവേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ബ്രഹ്മപുത്ര, ഗംഗ എക്സെട്ര. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ മൂലമുള്ള പെരീനിയൽ റിവേഴ്സ് ആയിട്ടുള്ള ബ്രഹ്മപുത്രയും ഗംഗയും കാരണം എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയണിൽ ഒരുപാട് ഫ്ലഡിന് ചാൻസ് ഉള്ള ഏരിയയാണ്. അതുപോലെ ഡ്രൗട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽസ്റ്റോം, സൈക്ലോൺ, ഹെവി വിൻസ് ആൻഡ് എർത്ത് ആർ ആൾസോ കോമൺ ഇൻ ദിസ് റീജിയൺ. മാത്രമല്ല അവിടെ ഡ്രൗട്ട് വരും, ഹീറ്റ് വേവ്സ് ഉണ്ട്, ഹെയിൽസ്റ്റോംസ് ഉണ്ട്, സൈക്ലോൺസ് ഉണ്ട്. ഇതിനും സാധ്യതയുള്ള ഒരു മേഖലയാണ്. ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എൻകൗണ്ടേഴ്സ് ഫ്ലഡ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയണിൽ ഫ്ലഡ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡിന് ചാൻസ് ഉണ്ട്, എർത്ത് ചാൻസ് ഉണ്ട്. ദീസ് റീജിയൻ കംസ് അണ്ടർ ദ സിസ്മിക് സോൺ 4 to 5. ഇന്ത്യയുടെ ഈ ഏരിയ വരുന്നത്, നോർത്ത് ഈസ്റ്റേൺ ഏരിയ വരുന്നത് സിസ്മിക് സോണിൽ 4 to 5 വരുന്നത്. ദ വെസ്റ്റേൺ റീജിയൻ ഈസ് വൈഡ്ലി നോൺ ഫോർ സിവിയർ ഡ്രൗട്ട്. ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡ്രൗട്ടിനാണ്. വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ. ലാൻഡ്, സോയിൽ, വിൻഡ് ഇറോഷന് ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല ഫ്ലഡ്സും സൈക്ലോണും ഈ ഏരിയയിൽ സംഭവിക്കുന്നു. ദീസ് ഏരിയ ഈസ് ആൾസോ പ്രോൺ ടു എർത്ത്. മാത്രമല്ല ഇവിടെ ഭൂകമ്പങ്ങൾക്കും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ദ സതേൺ റീജിയൻ, പെർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ. അതുപോലെ ഇന്ത്യയുടെ സതേൺ റീജിയൻ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശങ്ങളാണ്. ഈസ് വൾണറബിൾ ടു സൈക്ലോൺ. ഇതെന്തിന് ചാൻസ് ഉള്ളതാണ്? സൈക്ലോൺ സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. സീ ഇറോഷൻ, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്, ഇതിനൊക്കെ ചാൻസ് ഉള്ള ഏരിയയാണ് ഇന്ത്യയുടെ സതേൺ റീജിയൻ. ദ ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ആർ കൺഫ്രണ്ടഡ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ ആൻഡ് സുനാമി. അതുപോലെ ഇന്ത്യയുടെ പ്രദേശങ്ങളായിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും സീ ഇറോഷനും സുനാമിക്കും ചാൻസ് ഉള്ള ഏരിയയാണ്. The Indian coastal areas have faced some of the severest cyclone both along the eastern and western coast. ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റും വെസ്റ്റേൺ കോസ്റ്റും സിവിയർ ആയിട്ടുള്ള സൈക്ലോൺ, കൊടുങ്കാറ്റുകൾക്ക് ഇരയായിട്ടുണ്ട്. Among all the disasters in India, the tsunami is a relatively new phenomenon. തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു ഇന്ത്യ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ താരതമ്യേന പുതുതായിട്ട് ഇന്ത്യ ഫേസ് ചെയ്ത ഒരു പ്രതിഭാസമാണ് സുനാമി. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, ദ സുനാമി ഓഫ് 2004 ഡിവാസ്റ്റേറ്റിംഗ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജൻസ് ഓഫ് തമിഴ്നാടു, കേരള ആൻഡ് ആന്ധ്രാപ്രദേശ് ബിസൈഡ്സ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. 2004 ഇന്ത്യ സുനാമി ഫേസ് ചെയ്തത് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പ്രോപ്പർ വാർണിംഗ് സിസ്റ്റം. ഇന്ത്യക്ക് വേണ്ടത്ര വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളൊക്കെ സുനാമി സിവിയർ ആയിട്ട് ബാധിച്ചു. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലീവ്സ് ആൻഡ് ഡിസ്ട്രോയിഡ് പ്രോപ്പർട്ടി വർത്ത് ക്രോർസ് ഓഫ് റുപ്പീസ്. മാത്രമല്ല ഒരുപാട് ആളുകൾ മരിക്കാനും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കാനും സുനാമി കാരണമായി. India has faced a number of disasters ranging from natural disasters like floods, earthquakes, cyclones, tsunami, drought and landslide to man-made disasters like Bhopal gas tragedy that is in 1984. ഇന്ത്യ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസാസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലഡ്, എർത്ത്, സൈക്ലോൺ, സുനാമി, ഡ്രൗട്ട്, ലാൻഡ് സ്ലൈഡ് മുതലായവ വരുന്നുണ്ട്. മാത്രമല്ല ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ, ഇന്ത്യ ഫേസ് ചെയ്ത ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് 1984 ഇന്ത്യ ഫേസ് ചെയ്ത ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഡ്യൂറിങ് ദി സെഞ്ച്വറി, ഇനി ഈ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിലും ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് സം മേജർ ഡിസാസ്റ്റേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ഗുജറാത്ത് എർത്ത്. ഈ നൂറ്റാണ്ടിലും അതായത് 2001 ഇന്ത്യ ഫേസ് ചെയ്ത ഒരു മേജർ ഡിസാസ്റ്ററാണ് ഗുജറാത്ത് എർത്ത്. മാത്രമല്ല 2005 മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ് ആൻഡ് സുനാമി ഇൻ 2004
the Uttarakhand flash floods and the hurricane Philion in coastal Orissa and Andhra Pradesh, that is in 2013. 2013 ഒറീസൻ തീരങ്ങളും ആന്ധ്രാപ്രദേശിലെ തീരങ്ങളും ഫേസ് ചെയ്ത ഫിലിയൻ ചുഴലിക്കൊടുങ്കാറ്റ്, ഇതൊക്കെ ഇന്ത്യ ഈ അടുത്ത് ഫേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സാണ്.